യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകും എന്നവൾ വിചാരിച്ചോണ്ടാ ഭവനത്തിൽ ഇറങ്ങിയത്. അവൾ അതുപോലെ ഒരു സൗഖ്യം അനുഭവിച്ചു. എന്നാൽ ദൈവവചനത്തിൽ യേശുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന ആ സമയത്ത് യേശുവിൻ്റെ തിരുവസ്ത്രം അവർ വലിച്ച് ഉരിഞ്ഞെടുത്ത്, എന്നിട്ട് പടയാളികൾ അവിടെ ഉണ്ടായിരുന്നവർ അത് 4 മുറിച്ച് പങ്കിട്ടെടുത്തു. അതും യേശുവിൻ്റെ വസ്ത്രം തന്നെയല്ലേ? ആ പടയാളികൾക്ക് ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയതായോ, മാറ്റമുണ്ടായതായോ, കുടുംബത്തിലൊരു വലിയ വിടുതൽ നടന്നതായോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരാൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതേ ഉള്ളൂ, തൊട്ടിട്ടേ ഉള്ളൂ, ആരും അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അത് വലിയൊരു സൗഖ്യത്തിന് കാരണമായി. എന്നാൽ ഇവിടെ യേശുവിൻ്റെ വസ്ത്രം മുറിച്ച് അത് 4 പങ്കിട്ടെടുത്ത് ഓരോരുത്തർ ഓരോ ഭാഗം എടുത്തുകൊണ്ട് പോയി. ഒരു ഗുണവും ആർക്കും ഉണ്ടായില്ല. അപ്പോൾ ആരാണോ വിശ്വാസത്തോടെ തൊടുന്നത്, സ്വീകരിക്കുന്നത്, അവരാണ് സൗഖ്യവും വിടുതലും അനുഗ്രഹവും അനുഭവിക്കുന്നത്.